ആകപ്പാടാണ്ട് ചായക്കുള്ള കാശോളൂ കേട്ടോ. നീ അതൊന്നും ചാടിക്കറി ഓർഡർ ചെയ്യല്ലേ? ഒന്നും ഓർഡർ ചെയ്യണില്ല. ഓർഡർ ചെയ്ത് കഴിക്കുന്നത് കാണുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലല്ലോ. ആ കണ്ടോ. അവിടെ 2 ചിക്കനും 3 ചപ്പാത്തി. ഓക്കെ ശരി. ഇട നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എടാ ഞാൻ ഉണ്ണി, 1ാം ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് പഠിച്ച ഉണ്ണി. നിനക്ക് ഇത്ര ഓർമ്മയില്ലേ? ഫ്രണ്ടാ, ഫ്രണ്ട്. അതൊക്കെ പോട്ടെ, നീ എന്താ ഇവിടെ? ചായ കുടിക്കാൻ വന്നതാ. ഓ തമാശ തമാശ. നീ ഇപ്പോഴും തമാശ വിട്ടിട്ടില്ല. പിന്നെ വീട്ടിലെങ്ങനെ അച്ഛനെ കുസുമം തന്നെ? അച്ഛൻ വെച്ചിട്ട് 10 വർഷമായില്ലേ? അത് പിന്നെ എനിക്കറിയാലോ, ഞാൻ കൊച്ചച്ഛന്റെ കാര്യം ചോദിച്ചത്. അപ്പൊ അച്ഛൻ പിന്നെ അന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ടല്ലേ മരിച്ചത്? അച്ഛൻ ലോറി കാര്യല്ലേ മരിച്ചത്? അതെ, ലോറി ഇങ്ങനെ ഹാർട്ടിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കേറി അറ്റാക്ക് ആയിട്ടാണല്ലോ മരിച്ചത്. എല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നുന്നു. ഇതാരാ ഫ്രണ്ടാ? അല്ല, മുതലാളിയാ. ഏത് കമ്പനിയുടെ? ഞാൻ കോൺട്രാക്ട്. ഐ എം ഉണ്ണി ഫ്രം ചിക്കാഗോ. എവിടെയാ? അയ്യോ, ഇതൊക്കെ എന്തിനാ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. ഇതൊക്കെ കഴിച്ചോളാം. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കണ്ടുമുട്ടല്ലേ? എവിടെയോ കാണാൻ വഴിയില്ല. ഐ എം ഫ്രം ചിക്കാഗോ. അപ്പൊ വീട്ടിലൊക്കെ എങ്ങനെയാ? അമ്മ, അച്ഛൻ, പെങ്ങള്? കഴിക്കും സാർ. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്. അപ്പൊ ബില്ലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി. സന്തോഷം. കിട്ടിപ്പോയി. ഞാൻ ഗായത്രിയായിട്ട് ബൈക്കിൽ പോയപ്പോഴേ ഇവൻ ലിഫ്റ്റ് തരാന്ന് പറഞ്ഞവനാ. എന്നിട്ട് മുതലാളി ഇപ്പോഴാണ് പറയണത്. അവന്റെ ഏതായാലും തീരട്ടെ. കഴിക്ക് പോലെ കഴിക്ക്. അതൊക്കെ ഇങ്ങോട്ട് ഇറക്കടാ. എന്താ വേണ്ടത്? മാറി നിൽക്കട്ടെ. എന്താ ഇവിടെ? നിന്റെ ചേട്ടൻ രാമൻകുട്ടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 50,000 രൂപയുടെ കണക്ക് ചോദിക്കാൻ വന്നതാ. മുതല് കിട്ടിയില്ലെങ്കിൽ പലിശയെങ്കിലും കിട്ടണമല്ലോ. അതുകൊണ്ട് തൽക്കാലം ഞാനിവിടെ പൊറുക്കാൻ പോവാ. കൂട്ടിന് നിന്നെ പോലൊരു കിളുന്നുള്ളത് സുഖം തന്നെയല്ലേ? വാ. ചൂടാകാതെ പെണ്ണേ, ഇവിടെ എനിക്ക് ബോറടിക്കുന്ന ഞാൻ വിചാരിച്ചെ. ഇപ്പൊ അതും മാറി. തൊട്ട് തലോടിയിരിക്കാൻ നിന്നെ പോലൊരു പെണ്ണുണ്ടല്ലോ. അങ്ങോട്ട് മാറിക്കളെ. എന്തു
പിടിക്കുമല്ലേ നിന്റെ കൈ ഞാൻ വെട്ടും. ഇനിയും പിടിക്കൂടാ. അത്രയ്ക്ക് ആണത്തോളവനാണെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശ് കാണാം. ഛി, പട്ടി. നാളെ സൂര്യ ഉദിക്കുമെങ്കിൽ നിന്നോട് വാങ്ങിയ പണവും പലിശ ഞാൻ തന്നിരിക്കും. എന്റെ പേര് രാമൻകുട്ടി എന്നാണെങ്കിൽ മാറിക്കടാ. മുതലാളി നാളെ നമ്മൾ കാശിന് കൊടുക്കും. ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? 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 പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ? ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. എങ്ങനെയാ മോനെ നമ്മൾ ഇന്ന് ആ കാശ് കൊടുക്കുക? എനിക്കൊന്നും അറിയില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും പ്രശ്നം ഉണ്ടാക്കും. ഇന്നാ പണം, ഇത് അവനുണ്ട് കൊടുക്കുക. സത്യം പറയടാ, ഈ പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? ചെയ്യാമി മോഷ്ടിക്കില്ലെന്ന് മുതലാളിക്ക് അറിയാലോ. പിന്നെ രക്ഷകൻ തന്നതാ. രക്ഷകനോ? അതെ, ഇനി ഒന്നും ആലോചിക്കണ്ട. അവന്റെ മുമ്പിൽ മുതലാളി കൊച്ചാവാൻ പാടില്ല. ഈ പണം അവന്റെ മുഖത്ത് വലിച്ചെറിഞ്ഞിട്ട് മുതലാളി അവനോട് 4 വർത്താനം പറ. ആ നിന്റെ പണവും പലിശയും. രാമൻകുട്ടി, എന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ. ആര്? ദുർഗാദേവി. അതെ, ദുർഗാദേവി തന്നെ. ഞാൻ രാമഭദ്രൻ, പുത്തൂരം വീട്ടിലെ ഒരു അംഗം. 30 വർഷങ്ങൾക്ക് മുമ്പ് പുത്തൂരം വീട്ടുകാർ മാണിക്യമംഗലത്തുകാരോട് ചെയ്ത ചതി അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ലല്ലോ. നിന്റെ അച്ഛൻ മാധവൻ നായരും പുത്തൂരം രാഘവൻ നായരും ഒന്നിച്ച് ബിസിനസ് ആരംഭിച്ചു. കോടികൾ കുമിഞ്ഞുകൂടാൻ തുടങ്ങിയപ്പോൾ മാണിക്യമംഗലത്തെ മാധവൻ നായരെ തന്ത്രപൂർവ്വം അങ്ങ് ഒഴിവാക്കി. അതിന്റെ ആഘാതം താങ്ങാനാവാതെ നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. എല്ലാം ചതിയായിരുന്നു രാമൻകുട്ടി. ഇന്ന് പുത്തൂരം വീട്ടുകാർ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾ നിനക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. ഒരു എതിരാളിയെ ദുർഗാദേവി പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ അത് നീയാണ്, നീ മാത്രം. രാമൻകുട്ടി, നിന്റെ കൂടെ ഞാനുണ്ട്. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തിരിച്ചു പിടിച്ചു തരാം. നഷ്ടപ്പെട്ട് തിരിച്ചു പിടിക്കാൻ എനിക്കറിയാം. അതിനൊരുത്തന്നെ സഹായം എനിക്ക് ആവശ്യമില്ല. സമയമാകുമ്പോ കളി ഞാൻ ആരംഭിച്ചിരിക്കും. അപ്പോ ആ കളി കാണാൻ തന്നെ ഞാൻ വിളിക്കാം. വരട്ടെ? സത്യത്തിൽ ഈ 2 വഞ്ചി കാലൂന്നിക്കൊണ്ടുള്ള കളി എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടാ സദാശിവ, നീ കണ്ടോ, ഈ രാമഭദ്രൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. ദുർഗയ്ക്ക് ഈ ഭൂമിയിൽ ആരെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് ഈ രാമൻകുട്ടിയാണ്. എന്നെങ്കിലും എല്ലാം ചോദിച്ചു വാങ്ങാൻ ഇവൻ തിരിച്ചു വരുന്ന ആൾക്കറിയാം. ഇവനെയും അവളെയും നമ്മൾ തമ്മിൽ തെറ്റിക്കുന്നു. ഇവനെ ഒതുക്കാൻ അവൾക്ക് എന്റെ സഹായം വേണ്ടി വരും. അങ്ങനെ കുട്ടിക്കാലം മുതലെയുള്ള എന്റെ ആഗ്രഹം ഞാൻ പൂർത്തീകരിക്കണം. അല്ല, ഒരു സംശയം ചോദിച്ചോട്ടെ, അന്ന് നമ്മുടെ മില്ലിലും ഫാക്ടറിയിലും തല്ലുണ്ടാക്കിയത് ഇവനല്ലേ? മാഡം, കിട്ടി മാഡം, കിട്ടി. അവനെ കിട്ടി. ആരാണവൻ? അവനാണവൻ. തമാശ പറയാതെ കാര്യം പറയടോ. ആരാണവൻ? അവൻ ആരാണെന്ന് ചോദിച്ചാൽ അവൻ ആരാണെന്ന് അറിഞ്ഞാൽ മാഡം ഞെട്ടരുത്. പറയടോ, ആരാണവൻ? രാമൻകുട്ടി. അതെ, മാണിക്യമംഗലത്തെ മാധവൻ നായരുടെ മകൻ രാമൻകുട്ടി. ചാകാൻ നടക്കണ. എന്നെ രക്ഷിക്കണം രാമേട്ട. എന്താ നിന്റെ പ്രശ്നം? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയി. നാളെ അവളുടെ വിവാഹമാണ്. എന്നിട്ട് നീ എന്താ ഇവിടെ നിൽക്കണത്? ഞാനല്ല, മറ്റൊരുത്തനാണ് അവളുടെ വരൻ. എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം. സഹായിച്ചേ പറ്റൂ. അവൾക്ക് നിന്നോട് എങ്ങനെയാ? എന്നെ അല്ലാതെ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ അവള് തയ്യാറല്ല. ആട്ടെ, നീ വിളിച്ചാല് അവൾ നിന്റെ കൂടെ വരുമോ? വരും, ഉറപ്പായിട്ടും വരും.
എന്നാ ധൈര്യമായിട്ട് പോയി വിളിച്ചിറങ്ങണ്ട് വാടാ. ബാക്കിക്കാരും ഞങ്ങളേറ്റു. എനിക്ക് അതിനുള്ള ധൈര്യമില്ല രാമേട്ട. ധൈര്യമില്ലേ? നീ വിഷമിക്കണ്ട. അവളുടെ വീട്ടുകാരോട് ഞാൻ സംസാരിച്ച് നോക്കട്ടെ. എവിടെയാ അവളുടെ വീട്? പുത്തൂരം വീട്ടിലെയാ. ദുർഗാദേവിയുടെ ബന്ധുവാണ് അവൾ. ഒരു മിനിറ്റ്. ഹായ് മായ. ഹായ്. എന്താ നിങ്ങൾ കാണിക്കുന്നത്? ആരാ നിങ്ങൾ? ഓക്കുത്തരം കാണിക്കറ. എന്ത് തെമ്മാടിത്തരായി കാണിക്കുന്നേ? ചോദിക്കാൻ പറയാൻ ആളില്ലെന്ന് വിചാരിച്ചോ? വിടവളെ, അവളെ വിട്, ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിടാനാ പറഞ്ഞത്. ചുമ്മാ തിരിമോളെ. ഹലോ, പോലീസ് സ്റ്റേഷൻ. പെൺകുട്ടിയെ കണ്ടുകിട്ടാത്ത സ്ഥിതിക്ക് മാഡം ഒരു കംപ്ലൈന്റ് എഴുതി തന്നാ മതി. 2 ദിവസം അവനകത്ത് കിടക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം. കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇവന് വാങ്ങിക്കൊടുക്കണം. അതിനു വേണ്ടി എവിടെ വേണമെങ്കിലും ഞാൻ സാക്ഷി പറയാം. നമസ്കാരം. എന്താ സാറേ, രാമൻകുട്ടി മുതലാളി തട്ടിക്കൊണ്ടുപോയെന്ന് പറയുന്ന പെൺകുട്ടി ഇതാ. ഇന്ന് ഇവരുടെ വിവാഹം വരുന്നു. സർ, എന്നെ ആരും തട്ടിക്കൊണ്ടുപോയതല്ല. എനിക്കിഷ്ടമുള്ള ആളുമായുള്ള വിവാഹം വീട്ടുകാരെ തടഞ്ഞപ്പോ രാമേട്ടൻ ഞങ്ങളെ സഹായിച്ചതാ. ഇപ്പോ നിയമപരമായി ഞങ്ങളുടെ വിവാഹവും കഴിഞ്ഞു. രാമേട്ടൻ നിരപരാധിയാണ്. ദയവ് ചെയ്ത് അദ്ദേഹത്തെ വിട്ടയക്കണം. ചേച്ചി എന്നോട് ക്ഷമിക്കണം. കോൺസ്റ്റബിൾ, അയാളെയും കൊണ്ടുവരും. ഏട്ടൻ എനിക്ക് വേണ്ടി സാരല്ല. ഇപ്പൊ പോയിക്കോ. ആവശ്യമുള്ളപ്പോ ഞാൻ വിളിപ്പിക്കും. ഇൻസ്പെക്ടർ, നിങ്ങൾ എന്തിനാ അവനെ വിട്ടയച്ചത്? ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ. എന്ത് പക്ഷേ? നിയമത്തിന്റെ ലൂപ്പോളൊന്നും താൻ എനിക്ക് പറഞ്ഞു തരണ്ട. ദുർഗാദേവിക്ക് നേരെ കൈ ചൂണ്ടിയവനാണവൻ. എടോ, നന്ദി വേണോടോ, നന്ദി. ദുർഗാദേവി എവിടെയും തോറ്റിട്ടില്ല. നീയായിരുന്നോ? കള്ളനോ? കാറിപ്പോള കണ്ടില്ലേ കള്ളൻ? ചിലപ്പോഴൊക്കെ കള്ളന്മാര് കാറിൽ പോകും. നീ സ്വപ്നം കണ്ടായിരിക്കും. അതെ, ഞാൻ കള്ളനാ. പക്ഷേ ഞാൻ കക്കാൻ വന്നത്
രാമൻകുട്ടി ചേട്ടന്റെ ഈ പെങ്ങളെയാണെന്ന് മാത്രം. ഏട്ടന്റെ കണ്ണി പെട്ടിരുന്നെങ്കിൽ കയ്യും കാലും ഒടിച്ച് വികലാംഗനാക്കി എന്നെ. ഒളിച്ചും പാത്തുള്ള ഈ കൂടി കാഴ്ച മടുത്തു. എനിക്ക് രണ്ടിലൊന്നും അറിയണം. നിനക്ക് എന്റെ കൂടെ പോരാ സമ്മതമാണോ? ജീവിക്കുന്നെങ്കിൽ അത് ഉണ്ണേട്ടനോടൊപ്പം ആയിരിക്കും. അതെന്നെ തീരുമാനിച്ചു കഴിഞ്ഞതാ. പക്ഷേ ഏട്ടന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല ഉണ്ണേട്ടാ. അത്രയ്ക്ക് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്റെ ഏട്ടൻ. കുഞ്ഞുനാളിൽ അച്ഛനും അമ്മയും മരിച്ച പിന്നെ എന്നെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ എന്റെ ഏട്ടന്. ആ ഏട്ടനെ വിഷമിപ്പിച്ചിട്ട് നീ ഏട്ടനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. നിന്നോട് ഏട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വിവാഹത്തിന് ഏട്ടൻ സമ്മതിക്കാതിരിക്കില്ല. അയ്യോ ഞാനില്ല. ആരെങ്കിലും ഒന്ന് നോക്കിയെന്നറിഞ്ഞാ അയാളെ തല്ലിക്കൊല്ലാൻ മടിക്കാത്ത ആളാ ഏട്ടൻ. ആ ഏട്ടനോട് ഞാൻ ഇല്ലില്ല, എനിക്ക് പേടിയാ. പിന്നെ അതാരാ ഒന്ന് പറയാ? ഉണ്ണേട്ടൻ അല്ലാതെ ആരാ? അയ്യോ ഞാനോ? ആ അപ്പൊ അത് ശരിയാവും തോന്നുന്നില്ല. അപ്പൊ പേടിയുണ്ടല്ലേ? പേടിയൊന്നും ഉണ്ടായില്ല. പിന്നെ ചെറിയൊരു ഭയം. എങ്കിൽ ആരും ഒന്നും പറയണ്ട. അപ്പോ ഞാൻ തന്നെ പറയണം അല്ലേ? രണ്ടിലൊന്നും അറിഞ്ഞല്ലേ പറ്റൂ. അതെ, രണ്ടിലൊന്ന് എന്തായാലും അറിയാൻ പറ്റും. ഗായത്രി, ഞാൻ തന്നെ നിന്റെ ഏട്ടനെ പോയി കാണാൻ പോവാ. എന്തും സംഭവിക്കാം. അഥവാ ഞാൻ തിരിച്ചു വന്നില്ലെങ്കിൽ നീ എന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. വരട്ടെ. ഉണ്ണേട്ടാ അത് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ പുറകിന്ന് വിളിക്കല്ലേ? നല്ല കുട്ടിയാകും. ഈ വണ്ടി ഇടിച്ചു ശ്രമിക്കുന്നത് നമ്മൾ കാശ് കൊടുക്കാനുള്ള ആരെങ്കിലും ആയിരിക്കും. വണ്ടി ഇടിച്ചു വന്നാ പിന്നെ കാശ് കൊടുക്കണ്ടല്ല. മണ്ടത്തരം പറയാതടാ. ഇവളായിരുന്നോ? രാമേട്ടാ, ഐ എം സോറി. അറിയാതെ ചെയ്തു പോയ തെറ്റിന് മാപ്പ് ചോദിക്കാൻ വന്നതാ. തൽക്കാലം ഞങ്ങളുടെ ഇപ്പൊ മാപ്പ് സ്റ്റോക്ക് ഇല്ല. ഉണ്ടായതൊരെണ്ണം വരുന്നവയ്ക്ക് ഒരാൾക്ക് കൊടുത്ത് ഇനി സ്റ്റോക്ക് വരുമ്പോ തരാം. ഇല്ല മുതലാളി? വണ്ടി എടുത്ത് മാറ്റി. രാമേട്ടൻ ക്ഷമിച്ചെന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ പൊയ്ക്കോളാം. വണ്ടി എടുത്ത് മാറ്റുവണ്ണേ. മേൽ എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. രാമേട്ടനെ കൊണ്ട് ക്ഷമിച്ചെന്ന് ഞാൻ പറയിപ്പിക്കും. മായയാണ് ഈ പറയുന്നേ. ഓടി വേണേ, വണ്ടി കയറാ. ഈ കാറ്റഗറി പെട്ടതിനൊന്നും വീട്ടിൽ അന്വേഷിക്കാറില്ലേ മുതലാളി? വണ്ടി എന്തായി? ജോസഫ് സാർ എത്തിയിട്ടില്ല. അയാൾ വരാതെ ചെക്ക് തരാൻ ഒക്കില്ലെന്നാ പറയുന്നത്. നമുക്ക് സൈറ്റിൽ പൊക്കെ ഞാനില്ല. അടുത്താഴ്ച തരാന്നും പറഞ്ഞ് 50,000 രൂപ വാങ്ങിച്ച ദേവസിക്കുട്ടി. മാലിപ്പുറത്ത് ഫ്ലാറ്റ് പണിയാൻ സിമന്റ് വാങ്ങിച്ച വകയിൽ 75,000 കൊടുക്കാനുള്ള സിമന്റ് ഹംസ. കഴിഞ്ഞ ഓണത്തിന് തൊഴിലാളിക്ക് ബാത്തകിറ്റ് അലവൻസ് ബോണസ് അടക്കം കൊടുക്കാൻ വേണ്ടി 25,000 രൂപ വാങ്ങിച്ച ബാലേട്ടൻ. പിന്നെ ചിട്ടിക്കായും അല്ലറയില്ലറ കടങ്ങൾക്കായും കാശ് വാങ്ങിച്ച 10-15 പേര് വേറെ. ഇവരെല്ലാവരും അടക്കം 10-20 പേര് ക്യാഷും കൊണ്ട് മുതലാളി ചെല്ലുമെന്ന് കരുതി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സൈറ്റിൽ. അതുകൊണ്ട് ഇപ്പൊ പോകുന്നത് ഉചിതമല്ല. ഇതവനല്ലേ? അതെ, അവൻ തന്നെ, മറ്റവൻ. എന്താ എന്താന്ന്? ഇതിലെന്തോ കള്ളക്കളിയുണ്ട്. എന്താടാ? ഒന്നുമില്ല. ഒന്നുമില്ലേ? ഒന്നുമില്ല, പോടാ. പറഞ്ഞില്ലെന്ന് കാലെ പിടിച്ച് വിളിക്കും. എന്താ? രാമൻകുട്ടി ചേട്ടനെ രക്ഷിക്കണം. മുതലാളി എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയാതെ നടക്കുമ്പോഴാണ് അവന്. കരയാതെ കാര്യം പറയടാ. എന്നെ രക്ഷിക്കാവും ചേട്ടൻ ആദ്യം വാക്കുതാ. കാര്യം പറയാതെ എങ്ങനെയാണ് വാക്ക് തരുന്നത്? ആദ്യം വാക്കുതാ. നീ മോഹൻദാന്റെ കാര്യം പറയടാ. പരസ്പരം സ്നേഹിക്കുന്ന പുരുഷനെയും സ്ത്രീയെയും ഒന്നിപ്പിക്കുന്ന ഒരു നല്ല മനസ്സിന്റെ ഉടമയാണ് രാമൻകുട്ടി ചേട്ടൻ എന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. സ്ത്രീയെ പുരുഷനെ ഒന്നിപ്പിക്കാൻ മുതലാളി എന്താണ് മാമേ? വാച്ച് കേട്ടാതെ കാര്യം പറയടാ. ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു. അത്രേ ഉള്ളോ? അത് അവക്കെങ്ങനെയാ? അവക്കും ഇഷ്ട. പിന്നെന്താ പ്രശ്നം? പോയി കെട്ടിത്തൂങ്ങി ചാവട. കെട്ടി സുഖിക്ക്. അവിടെ ചെറിയൊരു പ്രശ്നം. എവിടെ? അവക്കൊരു ചേട്ടനുണ്ട്, അയാളാ പ്രശ്നം. അവനത് തെണ്ടിയാടാ. ഇതെന്താ ഇവൻ ഇത്ര പെട്ടെന്ന് ഊമയായ? ഒന്നിന് വേണ പിന്നെ മുതലാളിയാ? നിന്നെ ഞാൻ നീ എന്നാ പറഞ്ഞേ? മാണിക്യമംഗലത്ത് രാമൻകുട്ടിയുടെ പെങ്ങൾക്ക് നിന്നോട് പ്രേമമാണെന്നോ? എടാ, അവൾ എന്റെ പെങ്ങളാ. എനിക്കവൻ നന്നായിട്ട് അറിയാം. അവളെ വിളിച്ച് ഞാൻ ചോദിക്കാൻ പോവാ, നിന്നോട് ഇഷ്ടമാണോന്ന്. ഇഷ്ടമല്ലെന്നാറ്റ അവളൊരു വാക്ക് പറഞ്ഞ കള്ളപ്പന്നി. ജീവനോടെ നിന്നെ കുളിച്ചു പോടാ ഇവിടെ. ഗായത്രി, ഗായത്രി മോളെ, ഈ തെണ്ടി പറയാ മോക്ക് ഇവനോട് ഇഷ്ടമാണെന്ന്. മോള് ധൈര്യമായിട്ട് എന്റെ മുഖത്ത് നോക്കി പറ. ബാക്കി കാര്യം ഞങ്ങളേറ്റ് പറ മോളെ.
പറമോളെ. ഉണ്ണീട്ടൻ പറഞ്ഞത് നേരാ. എനിക്ക് ഉണ്ണീട്ടനെ ഇഷ്ട. എന്താടി പറഞ്ഞേ? ഓരുമ്പോട്ടോളെ കാണിക്കുന്നത് സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിപ്പിക്കാൻ നടക്കുന്ന രാമൻകുട്ടിക്ക് സ്വന്തം പെങ്ങളുടെ കാര്യം വന്നപ്പോ എന്ത് പറ്റി? സ്വാർത്ഥന. ചേട്ടാ സ്വാർത്ഥനാണ്. അതെടി, ഞാൻ സ്വാർത്ഥന. നിന്റെ കാര്യത്തില്, ഈ തറവാടിന്റെ കാര്യത്തില്. നീ ആരെ വിവാഹം കഴിക്കണം, എപ്പോ വിവാഹം കഴിക്കണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അല്ലാതെ തോന്നിയാസം കാണിക്കാനോ പുറപ്പാടെങ്കിൽ കൊന്ന് കുഴിച്ചുകൂടി ഞാൻ. കള്ള കഴിവാണ് മോനെ. മാനവും മര്യാദ നടക്കുന്ന പെമ്പിളെ പഴപ്പിക്കാതെ വേണ്ട വേണ്ട. ഓ ഓ ഓ